Hello, hi friends, couples ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു അടിപൊളി പുതുവർഷം നേരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. നമ്മളിന്നുള്ളത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുസിരീസിലാണ്. അപ്പോൾ ഈ മുസിരീസിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. തിരക്കുകൾ എന്നും മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. ഈ തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അതായത് നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിക്കോട്ടെ, അങ്ങനെ പല പല കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. മാത്രമല്ല ഫാമിലി ആയിട്ടും നമുക്ക് എൻജോയ് ചെയ്ത് വരാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മുസിരീസ് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർക്കൊന്ന് ഓടിക്കളിക്കാനും, ഇപ്പോൾ നമ്മളെ വീടുകളിൽ അടച്ചിട്ട കൊറോണ ആയതുകൊണ്ടും പല കാര്യങ്ങളായതുകൊണ്ടും വീടുകൾക്കുള്ളിൽ തന്നെ കുട്ടികളെ അടച്ചിട്ട പോലെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊന്ന് റിലാക്സേഷന് വേണ്ടിയിട്ടും നമുക്ക് ഈ മുസിരീസിലൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ അവരൊന്ന് ഓടിക്കളിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ ഒന്ന് പരമാവധി ഒന്ന് മുസിരീസിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക. ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊന്നും നമുക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ തന്നെ ഉണ്ട് റെസ്റ്റോറൻറ്റുകളും ഐസ്ക്രീം പാർലറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ കഴിക്കാവുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ പ്രോജക്റ്റും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൺസർവേഷൻ പ്രോജക്റ്റുമാണ് മുസിരീസ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ നൽകുക എന്നതാണ്. മുസിരീസ് പല കാലഘട്ടങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. മുജിരീസ്, മുയിരിക്കോട്, മുജിരിപ്പത്തണം, കൊടുങ്ങല്ലൂർ, ഷിംഗ്ലിംഗ്, മഗോദൈ എന്നിങ്ങനെ. (2006) കേരള ഗവൺമെൻറ് ഒരു ഹെറിറ്റേജ് കൺസർവേഷൻ പ്രോജക്റ്റ് എന്ന നിലയിൽ ഈ പദ്ധതിക്ക് തുടക്കമിടുന്നത്. 2009 അവസാനത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കി. 2500 വർഷങ്ങൾ പഴക്കമുള്ള ആരും അറിയപ്പെടാത്ത മുസിരീസിൻ്റെ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി LDF ഗവൺമെൻറ്റാണ് ഈ ഒരു പ്രോജക്റ്റ് തുടക്കമിട്ടത്. മ്യൂസിയങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ടൂർ പാക്കേജാണ് ഇവിടുത്തെ ബോട്ട് സർവീസ്. നിലവിൽ 12 ബോട്ട് സർവീസുകളുണ്ട്. 2 സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ ഉള്ളത്. ഒന്ന് പറവൂർ വാട്ടർ ഫ്രണ്ടിലും രണ്ടാമത്തേത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ടിലും. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ട് സർവീസ് പാക്കേജ് സർവീസും ഉണ്ട്. അതല്ല ഇൻഡിവിജ്വൽ ട്രിപ്പാണെങ്കിൽ അതും ഉണ്ട്. നമുക്ക് ഏത് പാക്കേജ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 2 തരത്തിലുള്ള ബോട്ടുകളാണുള്ളത്. 6 സീറ്റ് കപ്പാസിറ്റി ഉള്ള ബോട്ട് സർവീസുകളും ഉണ്ട്. 24 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബോട്ട് സർവീസുകളും. ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. കാരണം എല്ലാവർക്കും ഇൻഫോർമേറ്റീവായ മുസിരീസിൻ്റെ ഹിസ്റ്ററിയാണ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുസിരീസിനെ കുറിച്ച് നിങ്ങൾക്കറിയേണ്ട ചരിത്രപരമായ കാര്യങ്ങളും മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.
കേരളത്തിൻ്റെ കടൽ തീരം ഏർലി ഹിസ്റ്റോറിക് പീരീഡ് മുതൽ വിദേശീയരെ ആകർഷിച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു മുസിരിസ്, ബറേക്ക, നെൽക്കിൻഡ, ടിൻഡിസ് മുതലായവ. ഈ തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള തുറമുഖമായിരുന്നു മുസിരിസ്. പ്രാചീന ചരിത്രകാലം തൊട്ടേ മുസിരിസ് സജീവമായ കച്ചവട കേന്ദ്രമായിരുന്നു. ഏകദേശം BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള മുസിരീസിൻ്റെ ചരിത്രമാണ് സംഘകാല കൃതികളിൽ നിന്നും കോട്ടപ്പുറം പട്ടണം പോലുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ഉത്ഖനനത്തിലൂടെ ലഭിച്ചിരുന്ന തെളിവുകളിൽ നിന്നും പ്ലിനി, ടോളമി മുതലായ ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിനീഷ്യൻസ്, റോമൻ, ഗ്രീക്ക്, അറബ്, ജൂതർ, ക്രിസ്ത്യൻസ് തുടങ്ങിയ 33ഓളം രാജ്യങ്ങളുമായി മുസിരീസ് വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു. AD 45 ഹിപ്പാലസ് എന്ന നാവികൻ മൺസൂൺ കാറ്റിൻ്റെ ഗതി കണ്ടുപിടിച്ചതോടെ മുസിരീസിലേക്കുള്ള യാത്ര സുഗമമായി. തെക്കുപടിഞ്ഞാറൻ കാറ്റ് വീശുമ്പോൾ 41 ദിവസമെടുത്ത് ഹിപ്പാലസ് മുസിരീസിലേക്കും 6 മാസത്തിന് ശേഷം വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. എല്ലാ വർഷവും ജനുവരിയിലാണ് കയാക്കിംഗ് നടത്തുന്നത്, അതും കോട്ടപ്പുറത്ത്. ഇരുപത്തൊമ്പത് മ്യൂസിയങ്ങളാണ് ഈ പ്രൊജക്റ്റിന് കീഴിൽ വരുന്നത്. അതിൽ 10 ആക്റ്റീവായിട്ടുണ്ട്, 7 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ മുസിരീസ് പ്രൊജക്റ്റിന് കീഴിൽ വരുന്ന മ്യൂസിയങ്ങളാണ് പറവൂർ ജൂതപ്പള്ളി. പറവൂർ ജൂതപ്പള്ളി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും ഇന്ത്യയിലെ തന്നെ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളതുമായിട്ടുള്ള ജൂതപ്പള്ളിയാണ്. അതുകൂടാതെ ചെറായി സഹോദരൻ അയ്യപ്പൻ്റെ മ്യൂസിയം. അദ്ദേഹം സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണ് ഇപ്പോൾ മ്യൂസിയം ആക്കിയിരിക്കുന്നത്.
കൊച്ചി തിരുവിതാംകൂർ അതിർത്തി പങ്കിടുന്നതും അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിൻ്റെ അരികിലാണ്. പിന്നെയുള്ളത് പാലിയം കൊട്ടാരം, പാലിയം നാലുകെട്ട്. 17-18 നൂറ്റാണ്ടുകളിൽ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രി പദവും സർവ്വസൈനാധിപ പദവിയും അലങ്കരിച്ചിരുന്നവരായിരുന്നു പാലിയത്തച്ചന്മാർ. അവരുടെ ഔദ്യോഗിക വസതിയും സ്ത്രീകളും കുട്ടികളും താമസിച്ചിരുന്ന തറവാടാണ് പാലിയം കൊട്ടാരവും നാലുകെട്ടും. പിന്നെ വരുന്ന മ്യൂസിയം കേസരി ബാലകൃഷ്ണൻ പിള്ള മ്യൂസിയം, പെരുവാരം ഭാഗത്ത് വരുന്നത്. 29 മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ പറവൂർ കൊടുങ്ങല്ലൂരിന് 15-17 കിലോമീറ്റർ ഉള്ളിൽ വരുന്നവയാണ്. മറ്റൊരു പ്രത്യേകത, ഇതൊന്നും തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിയങ്ങളല്ല. 100 അതിലധികമോ വർഷം പഴക്കമുള്ള മോണമെൻറ്റ്സിനെയാണ് നമ്മൾ മ്യൂസിയങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് നമ്മളുടെ പൊറഞ്ചു മറിയം ജോസ് ഷൂട്ട് ചെയ്ത വീടാണ്. അതായത് മറിയത്തിൻ്റെ വീട്, നൈല ഉഷയുടെ വീട്. ഇവിടെ നിന്നിട്ടാണ് നമ്മളെ ജോജു ജോർജും ചെമ്പൻ വിനോദൊക്കെ വന്നിട്ട് ഉള്ള സീനുകളൊക്കെ. പിന്നെ ഇത് ആ മാവ് നൈല ഉഷ, അതായത് മറിയത്തിൻ്റെ അപ്പൻ കെട്ടി തൂങ്ങിച്ചത്ത മാവാണ്. ഇതിൻ്റെ ഈ സൈഡിൽ നിന്നിട്ടാണ് നമ്മളുടെ ജോജു ജോർജും മറിയത്തിനെ ഡെയിലി രാത്രി വന്ന് നോക്കാറുള്ളത്. കുറച്ചു വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ പറവൂർ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം മ്യൂസിയം സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടാൻ പോകുന്നത്. മുസിരീസിലെ ഓരോ ചുവർ ചിത്രങ്ങളുടെയും ഭംഗി എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി നമുക്ക് മുസിരീസിൻ്റെ ഈവനിങ് വ്യൂ കൂടി ഒന്ന് കാണാം.
അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോട്ടപ്പുറത്തെ വിശേഷങ്ങളിലൂടെ കഴിയുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ